ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒരു ഓർഗനൈസേഷന്റെ അടുത്തുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അവരാരൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി. റിലേറ്റഡ് പാർട്ടി എന്ന് വെച്ചാൽ റിലേറ്റഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അടുത്ത പരിസരത്ത് അല്ലെങ്കിൽ അടുത്തായിട്ട് നിൽക്കുന്നവർ, നമ്മുടെ കമ്പനിയോട് കൂടി ചേർന്ന് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരുടെ ട്രാൻസാക്ഷൻസ്. റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആർ എ നോർമൽ ഫീച്ചർ ഓഫ് കൊമേഴ്സ് ആൻഡ് ബിസിനസ്. നമുക്കറിയാം, ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും സ്വാഭാവികമായിട്ടും അതിന് പല ആളുകളായിട്ട് ബന്ധമുണ്ടാവും, പല ഫേമുകളായിട്ട് ബന്ധമുണ്ടാവും. കാരണം ഒരു കമ്പനി വേറൊരു കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യാനുണ്ടാവുക. പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കാര്യം നോക്കാനോ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ടോ മറ്റൊരു വ്യക്തിയുമായിട്ടോ റിലേറ്റഡ് ആയിരിക്കും. A related party relationship could have an effect on the profit or loss and the financial position of an entity. Related party may enter into transactions that are unrelated parties would not. അല്ലെ, അപ്പൊ റിലേറ്റഡ് പാർട്ടി, അതായത് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാർട്ടികളുമായിട്ട് നമുക്ക് ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതുപോലെ ആയിരിക്കണം എന്നില്ല അൺറിലേറ്റഡ് പാർട്ടീസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് അപ്പോളോ ടയേഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവര് എഗ്രിമെന്റുകളുണ്ട്. അപ്പൊ അപ്പോളോ ടയർ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടയേഴ്സ് ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു റീസണബിൾ പ്രൈസിനായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ടൈപ്പ് ഇല്ലാത്ത മാരുതി എന്ന് പറയുന്ന കമ്പനി അപ്പോളോയിൽ നിന്ന് ടയർ മേടിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പ്രൈസിനായിരിക്കും അപ്പോളോ മാരുതിക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അൺറിലേറ്റഡ് പാർട്ടീസിന് ഇത് ഒരുപക്ഷെ ബാധകമാവണമെന്നില്ല, ഈ ഡിസ്കൗണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാധകമാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, an entity that sells goods to its parent at a cost may not sell on those terms to another customer. അല്ലെ, ഒരാൾക്ക് കൊടുക്കുന്ന, അതായത് റിലേറ്റഡ് പാർട്ടിക്ക് കൊടുക്കുന്ന ആ പ്രൈസിന് തന്നെ ചിലപ്പോൾ വേറൊരു പാർട്ടിക്ക് കൊടുക്കണമെന്നില്ല, അൺറിലേറ്റഡ് പാർട്ടിക്ക് കൊടുക്കണമെന്നില്ല. ദ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എൻ എൻറ്റിറ്റി മേ അഫക്റ്റഡ് ബൈ ദിസ് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ്. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അപ്പോളോ എന്ന് പറയുന്ന കമ്പനി ടാറ്റ കമ്പനിക്ക് കൊടുക്കുന്ന പൈസ കുറവിന് ടയർ കൊടുക്കുന്നു, മാരുതിക്ക് കൊടുക്കുന്ന പൈസ കൂടുതലിന് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എഫക്ട് ചെയ്യും. റിലേറ്റഡ് പാർട്ടിക്ക് കൊടുക്കുമ്പോൾ കാശ് കുറവേ കിട്ടുന്നുള്ളൂ, അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കുറയും, ബാലൻസ് ഷീറ്റിനെ എഫക്ട് ചെയ്യും, എൻറ്റയർ ട്രാൻസാക്ഷനും എൻറ്റയർ ഫിനാൻഷ്യൽ പൊസിഷനെയും എഫക്ട് ചെയ്യും. ഫോർ ദീസ് റീസൺസ് നോളജ് ഓഫ് എൻ എൻറ്റിറ്റീസ് ട്രാൻസാക്ഷൻ, ഇപ്പൊ സ്വാഭാവികമായിട്ടും എൻറ്റിറ്റിയുടെ ട്രാൻസാക്ഷൻ അത് റിലേറ്റഡ് പാർട്ടി ആയിട്ടാണോ അല്ലയോ എന്നൊക്കെ അറിയണം. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇൻക്ലൂഡിംഗ് കമ്മിറ്റ്മെന്റ്സ്, ദ റിലേഷൻഷിപ്പ് വിത്ത് ദ റിലേറ്റഡ് പാർട്ടീസ് മേ എഫക്ട് ദ അസസ്മെന്റ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റഡ് പാർട്ടിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകൾ നമ്മുടെ ബാലൻസ് ഷീറ്റിനെ എഫക്ട് ചെയ്യും. അപ്പൊ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ റിലേറ്റഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള ബെനിഫിറ്റ്സ്. യെസ്, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇൻഡെക്സ് 24, അതായത് ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഈസ് ടു എൻഷുർ ദാറ്റ് എൻ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്ൻ ഡിസ്ക്ലോഷർ necessary to draw attention to the possibility that its financial position and profit or loss may have been affected by the existence of related parties and by transactions and outstanding balances, including commitments with such parties. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതിന്റെ ഒബ്ജക്റ്റീവ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്? ഇത് ഡിസ്ക്ലോസ് ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് റിലേറ്റഡ് പാർട്ടീസുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്സ്, എന്തൊക്കെയാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്സ്, എങ്ങനെയാണ് അത് നമ്മുടെ ബാലൻസ് ഷീറ്റിനെ എഫക്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ്. ഐഡന്റിഫൈങ് റിലേറ്റഡ് പാർട്ടി, ആരാണ് നമ്മുടെ റിലേറ്റഡ് പാർട്ടി എന്ന് കൃത്യമായിട്ട് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞു തരും. ഏത് ക്രൈറ്റീരിയയിൽപ്പെട്ട ആളുകളെ നമ്മൾ റിലേറ്റഡ് പാർട്ടി ആയിട്ട് പരിഗണിക്കണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ബിറ്റ്വീൻ ദ റിലേറ്റഡ് പാർട്ടീസ്. ദെൻ ഐഡന്റിഫൈങ് ദ സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് ഡിസ്ക്ലോഷർ ഈസ് റിക്വയർഡ് in the financial statement.
ഐഡന്റിഫൈ ദ സർക്കംസ്റ്റൻസ്, ഏതൊക്കെ സാഹചര്യത്തിലാണ്, എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് നമ്മൾ റിലേറ്റഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞ പോലെ അപ്പോളോ എന്ന് പറയുന്ന കമ്പനിക്ക് ടാറ്റ കമ്പനിയുമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു പക്ഷേ അപ്പോളോ എന്ന് പറയുന്ന കമ്പനിക്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായും ടൈപ്പ് ഉണ്ടാവാം അവരുടെ എംപ്ലോയീസിന്റെ കാര്യം നോക്കാനായിട്ട്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പും ടാറ്റയുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പും രണ്ടും രണ്ട് സാഹചര്യങ്ങളിലാണ്, രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അത് രണ്ടുപേരോടുള്ള റിലേഷൻഷിപ്പിൽ ആ വ്യത്യാസം ഉറപ്പായിട്ടുണ്ടോ. ദെൻ ഡിറ്റർമൈൻ ദ ഡിസ്ക്ലോഷർ ടു ബി മെയ്ഡ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. യെസ്, ഇനി അടുത്തതാണ് ആരാണ് റിലേറ്റഡ് പാർട്ടി എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. എ പേഴ്സൺ, ഒരു പക്ഷെ ഒരു വ്യക്തിയാവാം റിലേറ്റഡ് പാർട്ടി. എ പേഴ്സൺ ഓർ എ ക്ലോസ് ഫാമിലി മെമ്പർ, ഒരു ക്ലോസ് ഫാമിലി മെമ്പർ ആയിരിക്കാം. അദ്ദേഹത്തിന് കൺട്രോൾ ഓർ ജോയിന്റ് കൺട്രോൾ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് എൻറ്റിറ്റി ആണെന്ന് വിചാരിക്കരുത്. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ എൻറ്റിറ്റിയിൽ എന്തെങ്കിലും കൺട്രോളോ അല്ലെങ്കിൽ ജോയിന്റ് കൺട്രോളോ ഉള്ള വ്യക്തികളെ നമുക്ക് റിലേറ്റഡ് പാർട്ടി എന്ന് പറയാം. ദെൻ ഹി ഹാസ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി, വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. is a member of the key managerial person, ഒരു പക്ഷെ ഒരു കീ മാനേജീരിയൽ പേഴ്സൺ ആവാം, റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ കീ മാനേജീരിയൽ പേഴ്സൺ ആവാം. ദെൻ അടുത്തത്, ആദ്യത്തെ ഒരു റിലേറ്റഡ് പാർട്ടി എന്നുള്ള ഡെഫിനേഷനിൽ നമ്മൾ പഠിച്ചു ഒരു വ്യക്തിയാവാം. ദെൻ സെക്കൻഡ് ഒരു എൻറ്റിറ്റി ആവാം, ഒരു പ്രസ്ഥാനം, ഒരു കമ്പനി. ഏതൊക്കെ കമ്പനികളെ നമുക്ക് റിലേറ്റഡ് പാർട്ടിയായിട്ട് പരിഗണിക്കാം? an entity has an entity and the reporting entity are members of the same group. സെയിം ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികൾ, സെയിം ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികൾ ഇൻ ദ സെൻസ് മീൻസ് ടാറ്റ ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികൾ, ടാറ്റ സ്റ്റീൽ ഉണ്ടാവാം, ടാറ്റ മോട്ടോഴ്സ് ഉണ്ടാവാം, ടാറ്റ സാൾട്ട് ഉണ്ടാവാം. ഇവരൊക്കെ റിലേറ്റഡ് പാർട്ടീസ് ആണെന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിൽ പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളാവാം. ദെൻ വൺ എൻറ്റിറ്റി ഈസ് അസോസിയേറ്റ് ഓർ ജോയിന്റ് വെഞ്ചർ ഓഫ് ദ അതർ എൻറ്റിറ്റി. ജോയിന്റ് വെഞ്ചറുകൾ ഉണ്ടാവാം. ഇപ്പൊ മാരുതി എന്ന് പറയുന്ന കമ്പനിക്ക് സുസുക്കി മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് ജോയിന്റ് വെഞ്ചർ ഉണ്ട്. അപ്പൊ ജോയിന്റ് വെഞ്ചേർഡ് ആയിട്ടുള്ള കമ്പനികൾ റിലേറ്റഡ് പാർട്ടീസ് ആണ്. ബോത്ത് എൻറ്റിറ്റീസ് ആർ ജോയിന്റ് വെഞ്ചർ ഓഫ് ദ സെയിം തേർഡ് പാർട്ടി, അല്ലെങ്കിൽ സെയിം തേർഡ് പാർട്ടിയുടെ ജോയിന്റ് വെഞ്ചറുകൾ ഉണ്ടാവും. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഈ എക്സുമായിട്ട് വൈക്ക് റിലേഷൻ ഉണ്ട്, എക്സുമായിട്ട് ഇസഡിന് റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സിന്റെ ജോയിന്റ് വെഞ്ചറുകളായിട്ടുള്ള കമ്പനികൾ അവരും റിലേറ്റഡ് ആവാം. Then one entity is a joint venture of third party and other entity is associated of the third party. അപ്പൊ എക്സിന്റെ ജോയിന്റ് വെഞ്ചർ ഉണ്ട്, നമ്മുടെ വൈയുമായി ബന്ധപ്പെട്ട് ഇസഡുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും റിലേറ്റഡ് ആണ്. Then entity is a post employment benefit plan. ഞാൻ പറഞ്ഞ പോലെ ഇൻഷുറൻസോ റിട്ടയർമെന്റ് കമ്പനിയൊക്കെ ആയിട്ട് റിട്ടയർമെന്റ് പ്ലാൻ ഒക്കെ ഫിക്സ് ചെയ്യുന്ന കമ്പനിയുമായിട്ട് നമ്മുടെ കമ്പനിക്ക് ചിലപ്പോൾ ടൈപ്പ് ഉണ്ടാവാം. ഇപ്പൊ പല ബാങ്കുകളും അവരുടെ എംപ്ലോയീസിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാങ്ക് വേറൊരു ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പിലായതിനു ശേഷമാണ് എംപ്ലോയീസിന് ആ ഒരു വാഗ്ദാനം കൊടുക്കുന്നത്. അപ്പൊ ബാങ്കിന് ഇൻഷുറൻസ് കമ്പനിയോട് ഒരു ബന്ധമുണ്ട്, റിലേറ്റഡ് ആണ്. എ പേഴ്സൺ ഐഡന്റിഫൈഡ് entities controlled or jointly controlled by any person identified. A person identified has a significant influence. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആ കമ്പനിയിൽ ഉണ്ടാവാം. The entity or any of the group member provides key managerial person service. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സർവീസ് കൊടുക്കുന്നു. ഇപ്പൊ പല കമ്പനികളിലും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാര് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കില്ലുള്ളവർ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ, അവരൊക്കെയും റിലേറ്റഡ് പാർട്ടീസ് ആണ്. ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. എന്താണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്നാണ് അടുത്തത് നോക്കുന്നത്. ഇപ്പൊ ഇതിലെ ഡെഫിനിഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡെഫിനിഷനിൽ ആദ്യത്തെ രണ്ട് കാര്യം പറയണത് റിലേറ്റഡ് പാർട്ടി ആരൊക്കെയാണെന്നാണ് പറയുന്നത്. റിലേറ്റഡ് പാർട്ടി ഒന്നുകിൽ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആവാം. എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ എന്ന് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ് റിലേറ്റഡ് പാർട്ടിയുടെ ട്രാൻസാക്ഷൻസ്. A related party transaction is a transfer of resource, service or obligation between related parties. Resource, service or obligation. ഇൻഷുറൻസ് കമ്പനിയായിട്ട്
ബാങ്കുകൾക്ക് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഒബ്ലിഗേഷൻ അവിടെ വന്നു. ടാറ്റ മോട്ടോഴ്സിന് അപ്പോളോയുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ടാറ്റക്കാരെ സംബന്ധിച്ച് റിസോഴ്സ് ആണ്, ടയർ വേണം. ഓക്കെ, ദെൻ സർവീസസ് ആയിരിക്കാം. ഇപ്പം ഇൻഷുറൻസ് കമ്പനിയായിട്ട് അപ്പോളോയ്ക്ക് ടൈപ്പ് ഉണ്ട്, സർവീസസ് ആയിരിക്കാം. സോ ലൈക്ക് ദാറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. Regardless of whether a price is charged, close members of the family of an individual are those family members who may be expected to influence. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. ഓർ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ് ഇൻഡിവിജ്വൽ ഇൻ ദ ഡീലിങ്സ് വിത്ത് ദ എൻറ്റിറ്റി. ദാറ്റ് മേ ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ ഡൊമസ്റ്റിക് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ ചിൽഡ്രൻ, ഇൻഡിവിജ്വൽ ഡൊമസ്റ്റിക് പാർട്ട്ണർ, ഇൻഡിവിജ്വൽസ് ഓർ ഇൻഡിവിജ്വൽ ഡൊമസ്റ്റിക് പാർട്ട്ണർ. അപ്പോൾ ഡിപ്പെൻഡൻസ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവരൊക്കെയും സ്വാഭാവികമായിട്ടും കമ്പനീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, സംശയമില്ല. കീ മാനേജ്മെന്റ് പേഴ്സൺസ്. ആരാണ് കീ മാനേജ്മെന്റ് പേഴ്സൺസ്? കമ്പനിയുടെ പ്ലാനിങ്ങും റെസ്പോൺസിബിലിറ്റി ഒക്കെ നിർവഹിക്കുന്ന ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ നമുക്ക് വേണമെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സൺസ് എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ദെൻ ഡിസ്ക്ലോഷർ. Relationship between parents and the subsidiary shall be disclosed irrespective of whether there have been transactions between those related parties. An entity shall disclose the name of the entity's parent. കമ്പനികൾ കൃത്യമായിട്ട് ആരാണ് ഞങ്ങളുടെ പാരന്റ് കമ്പനി, ആരാണ് ഞങ്ങളുടെ സബ്സിഡറി കമ്പനി എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇനി സാധാരണ രീതിയിൽ സബ്സിഡറി കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പാരന്റ് കമ്പനി റിപ്പോർട്ട് ചെയ്യണം. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പാരന്റ് കമ്പനി, മെയിൻ ആയിട്ടുള്ള പാരന്റ് കമ്പനി റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് മോസ്റ്റ് സീനിയർ പാരന്റ് കമ്പനി ഏതാണോ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അവരിതിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മോസ്റ്റ്, മെയിൻ പാരന്റ് കമ്പനി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മെയിൻ കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിലേഷൻഷിപ്പ്. An entity shall disclose key management person compensation in total and for each of the following categories. കൃത്യമായിട്ട് അവരുടെ ബെനിഫിറ്റ്സുകളെ കുറിച്ച് പറയണം. പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, ലോങ് ടൈം ബെനിഫിറ്റ്, ടെർമിനേഷൻ ബെനിഫിറ്റ്സ്, ഷെയർ ബേസ്ഡ് പേയ്മെന്റ്. ഇത്രയ്ക്കും കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ നമ്മുടെ കീ മാനേജീരിയൽ പേഴ്സൺസിന് കൊടുക്കുന്ന കാര്യങ്ങൾ അതും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. If there have been transactions between the related parties, an entity shall disclose nature of the related party relationship. എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട റിലേഷൻ ആയിരിക്കാം, റിസോഴ്സസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, നമ്മുടെ ഗുഡ്സ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട റിലേഷൻ ആയിരിക്കാം. അതൊക്കെ കൃത്യമായിട്ട് പറയണം. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം? അറ്റ് എ മിനിമം ഡിസ്ക്ലോഷർ ഷാൾ ഇൻക്ലൂഡ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ, എത്ര എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ഡൗട്ട്ഫുൾ ഡെപ്സ് എന്താണ്, എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ദ ഡിസ്ക്ലോഷർ റിക്വയർഡ് ബൈ ദ പാരഗ്രാഫ് 17 ഓഫ് കൂട്ടുകാരെ നമസ്കാരം 24 ഷാൾ ബി മെയ്ഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ്. പാരന്റ് കമ്പനി എന്താണ്, എൻറ്റിറ്റി വിത്ത് ജോയിന്റ് കൺട്രോൾ ഉണ്ടോ, സബ്സിഡറീസ്, അസോസിയേറ്റ്സ്, ജോയിന്റ് വെഞ്ചർ, കീ മാനേജീരിയൽ പേഴ്സൺസ്, മറ്റ് റിലേറ്റഡ് പാർട്ടീസ്, ഇവരെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ട് കമ്പനികൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എളുപ്പമാണ് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയ്ക്കും കാര്യങ്ങളാണ് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ആരാണ് റിലേറ്റഡ് പാർട്ടി എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്യൂ എക്സാമ്പിൾസ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഇലിസ്ട്രേഷൻ 1. ഓരോ ഇലിസ്ട്രേഷൻസും ഇതിൽ പ്രോബ്ലം എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫിഗറുകളല്ല അവിടെ പ്രാധാന്യം, ആര് ആരോട് റിലേറ്റഡ് ആണ് എന്നാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ. ആര് ആരോട് റിലേറ്റഡ് ആണ് എന്നാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെയുള്ള പ്രോബ്ലം, നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. മിസ്റ്റർ എക്സ് ഹാസ് 100% ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻറ്റിറ്റി എ. എന്താ പറയുന്നത്? എക്സിന് 100% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എ എന്ന് പറയുന്ന കമ്പനിയിൽ. അപ്പം നമുക്ക് കണ്ണടച്ച് പറയാം എന്താണ്, എക്സിന് എയുടെ മേലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആൻഡ് ഈസ് എ മെമ്പർ ഓഫ് കീ മാനേജ്മെന്റ് പേഴ്സൺ ഓഫ് എൻറ്റിറ്റി സി. ഇപ്പൊ വീണ്ടും എക്സിന് സിയിലെ റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം എന്താണ്, സിയുടെ കീ മാനേജീരിയൽ പേഴ്സൺ ആണ്. എൻറ്റിറ്റി ബി ഹാസ്, ശ്രദ്ധിക്കുക, എൻറ്റിറ്റി ബി ഹാസ് 100% ഇൻവെസ്റ്റ്മെന്റ് ഇൻ സി.
ബിക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതും അടുത്ത പോയിന്റ്. ബിക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻറ്റിറ്റി സി. ഹൗ വിൽ യു ട്രീറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ എക്സ്, എ, ബി ആൻഡ് സി? ഇവരെ 3 പേരുടെയും ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ അവർ റിലേറ്റഡ് ആണ്. ചോദ്യത്തോടൊപ്പം തന്നെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. മിസ്റ്റർ എക്സ് ഈസ് റിലേറ്റഡ് വിത്ത് എൻറ്റിറ്റി എ ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ എവിഡൻസ് കോൺട്രറി 100% ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. ദെൻ മിസ്റ്റർ എക്സ് സിയുമായിട്ടും റിലേറ്റഡ് ആണ്. കാരണം എന്താണ്? സിയിലുള്ള ഒരു കീ മാനേജറിയൽ പേഴ്സൺ ആണ് എക്സ്. അപ്പോൾ അവർ തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പം അത്രയ്ക്കും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കി. ഇനി ബിയുടെ കാര്യം എന്താ പറയുന്നത്? എൻറ്റിറ്റി ബി ഹാസ് 100% ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻറ്റിറ്റി സി. ശ്രദ്ധിക്കുക, ബിക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് സിയിൽ. ഓക്കെ, സിയിൽ ബിക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇനി ബിയുടെ സിറ്റുവേഷൻ എന്താണ്? എൻറ്റിറ്റി ബി ഈസ് റിലേറ്റഡ് പാർട്ടി ഓഫ് സി. കാരണം 100% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. In the absence of the evidence to the contrary, holding a 100% investment in C indicate that entity B controls C. Okay, അപ്പോൾ ബിക്ക് സിയിലും കൺട്രോൾ ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പ്രോബ്ലം ആ ഒരു സെൻസിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ പച്ച നിറത്തിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എൻറ്റിറ്റി ബി ഹാസ് 100% ഇൻവെസ്റ്റ്മെന്റ് ഇൻ സി. അപ്പോൾ ഒരു സംശയം വേണ്ട, ബിക്ക് സിയില് ഇൻഫ്ലുവൻസ് ഉണ്ട്. സിയുടെ റിലേറ്റഡ് പാർട്ടിയാണ് എക്സ്, എയുടെ കൺട്രോൾ പാർട്ടിയാണ് എക്സ്. അപ്പൊ ഇത്രയ്ക്കും കാര്യങ്ങളാണ് നമ്മളോട് മനസ്സിലാക്കുന്നത്. പരസ്പരം എല്ലാവരും റിലേറ്റഡ് ആണ്. ദെൻ ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻറ്റിറ്റി എ ഓൺസ് 60% and 5% respectively of the ordinary shares that carry voting right at the general meeting of the shareholders of B and C. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇതാണ്. ബിയിൽ എൻറ്റിറ്റി എക്ക് 60% ഇൻഫ്ലുവൻസ് ഉണ്ട്, ഷെയർ ഉണ്ട്. സിയിൽ 5% ഷെയർ ഉണ്ട്. Entity B also owns 18% of ordinary shares that carrying voting right at general meeting of the shareholders of the entity C. അപ്പോൾ അടുത്തൊരു കാര്യം, എൻറ്റിറ്റി ബി. ഇവിടെ എൻറ്റിറ്റി ബിയുടെ കാര്യം എന്താ പറയുന്നത്? എൻറ്റിറ്റി ബിക്ക് 18% ഷെയർ എവിടെയുണ്ടെന്നാ പറയുന്നത്? എൻറ്റിറ്റി ബിക്ക് 18% ഷെയർ നമ്മുടെ സി എന്ന് പറയുന്ന കമ്പനിയിലുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇവിടെ ആകെ കൂടിയൊരു കോംപ്ലിക്കേഷൻ ആണ്. ബിയിൽ എക്ക് 60% ഷെയർ ഉണ്ട്, സിയിൽ 5% ഷെയർ ഉണ്ട്. ഇനി എൻറ്റിറ്റി ബി എന്ന് പറയുന്നതിൽ എൻറ്റിറ്റി ബിക്ക് സിയിൽ 18% ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നതാണ്, എൻറ്റിറ്റി എ 60% ഓൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ പകുതിയേക്കാൾ കൂടുതൽ കൺട്രോള് എക്ക് ബിയിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എ കൺട്രോൾ ചെയ്യുന്നു. ആരെ? ബിനെ എ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ സ്പഷ്ടമാണ് കാര്യം. അതുപോലെ തന്നെ എക്ക് കുറച്ച് ഷെയർ എവിടെയുണ്ട്? സിയിലുണ്ടെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ സിയിലുള്ളത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള 5% ഷെയർ മാത്രമേ ഉള്ളൂ. പക്ഷെ എക്ക് ബിയിലുള്ള ഷെയർ എന്ന് പറയുന്നത് 60% ഷെയർ ആണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, ബി സിയിൽ കുറച്ച് ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്ക് 18% ഷെയർ സിയിലുണ്ട്. അപ്പൊ എങ്ങനെ വരും? ഓൾ ഓർഡിനറി ഷെയർസ് ക്യാരി ഈക്വൽ വോട്ടിംഗ് റൈറ്റ്. എല്ലാം ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണെങ്കിൽ എക്ക് 5% സിയില് ഓൾറെഡി ഷെയർ ഉണ്ട്. പിന്നെ ബി മുഖാന്തരം വാക്ക് ശ്രദ്ധിക്കുക, ബി മുഖാന്തരം എക്ക്, കാരണം എ ആണ് ബിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി, 18% ഷെയർ അങ്ങനെയുണ്ട്. അപ്പൊ മൊത്തം എയെ സംബന്ധിച്ച് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും, ഡയറക്ട്ലി 5%ഉം ഇൻഡയറക്ട്ലി 18%ഉം ഇൻഫ്ലുവൻസ് എവിടെയുണ്ട്? സി എന്ന് പറയുന്ന കമ്പനിയിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് ദാറ്റ് മീൻസ് മോർ ദാൻ 20%. ശ്രദ്ധിക്കുക, മോർ ദാൻ 20%. ആബ്സൊല്യൂട്ട് ഫിഗർ പറയുകയാണെങ്കിൽ 23% ഓഫ് ദ ഷെയർസ് ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലിയും ആയിട്ട് എ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് മിസ്റ്റർ സിയുടെ.
അപ്പൊ അതുകൊണ്ട് 20% കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന കാരണം കൊണ്ട് എ ഈസ് റിലേറ്റഡ് പാർട്ടി ഓഫ് സി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എ ഈസ് റിലേറ്റഡ് പാർട്ടി ഓഫ് സി, എ ഈസ് റിലേറ്റഡ് പാർട്ടി ഓഫ് ബി എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ, ബിക്ക് സിയിലുള്ള ഇൻഫ്ലുവൻസ് എന്താണ്? ബിക്ക് സിയിലുള്ള ഇൻഫ്ലുവൻസ് 20%-നേക്കാളും താഴെയാണ്. കാരണം ബി എന്ന് പറയുന്ന കമ്പനി 18% ഷെയർ ആണ് സിയുടെ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബി ഹാസ് ലെസ് ദാൻ 20% ഓഫ് ദ വോട്ടിംഗ് പവർ ഇൻ സി. ഞാൻ ഗ്രീൻ കളർ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബി ഹാസ് ലെസ് ദാൻ 20% ഓഫ് വോട്ടിംഗ് പവർ ഇൻ entity C. In the absence of the evidence to the contrary, entity B does not have significant influence over the entity C. അപ്പൊ ബിക്ക് സിയിൽ ഇൻഫ്ലുവൻസ് ഇല്ല, കാരണം 20%-ൽ താഴെയാണ് അവരുടെ വോട്ടിംഗ് റൈറ്റ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം എ എന്ന് പറയുന്ന കമ്പനിക്ക് ബിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, എ എന്ന് പറയുന്ന കമ്പനിക്ക് സിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും കൂടി നോക്കുന്നു. പക്ഷെ ബി എന്ന് പറയുന്ന കമ്പനിക്ക് സിയുടെ റിലേറ്റഡ് പാർട്ടി അല്ല, കാരണം ലെസ് ദാൻ 20% ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.